ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 മെയ് മാസം 26 മുതൽ 2024 ജൂൺ മാസം 1 വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത്. കൊല്ലവർഷം 1199 ആണ്ട് ഇടവമാസം 12 മുതൽ 18 വരെയുള്ള ഒരു ആഴ്ച. അത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിയിൽ ബുധൻ, ഇടവം രാശിയിൽ ശുക്രനും വ്യാഴവും ആദിത്യനും സ്ഥിതി ചെയ്യും. കേതു കന്നിരാശിയിലും കുംഭത്തിൽ ശനിയും മീനത്തിൽ രാഹുവും ചൊവ്വായും കൂടി യോഗം ചെയ്തു. ചന്ദ്രൻ പൊതുവെ പക്ഷബലം കുറഞ്ഞു വരുന്നു എന്ന് വേണം കരുതാൻ. എന്നാലും സാമാന്യം ഭേദമായ രീതിയിൽ പക്ഷബലം ഉണ്ട് താൻ. അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ പൊതുവെ 27 നക്ഷത്രക്കാർക്കും നല്ല മനോബലവും ധൈര്യവുമൊക്കെ വർദ്ധിച്ചിരിക്കുന്ന ഒരു ആഴ്ചയാണ്. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. അവർക്ക് പൊതുവെ ഈ ആഴ്ച ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന ഒരു ആഴ്ചയാണ്. ഭാഗ്യാധിപനായിരിക്കുന്ന ആദിത്യനും അതുപോലെ തന്നെ ബുധനും വ്യാഴവും ഒക്കെ നല്ല ബലവാനായിട്ട് സ്ഥിതി ചെയ്യുന്നു. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ നിൽക്കുന്നു. എങ്കിലും ദേഷ്യമൊക്കെ നിയന്ത്രിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ചില സന്ദർഭങ്ങളിലെങ്കിലും അബദ്ധവശാൽ കഠിനമായ വാക്കുകൾ സംസാരിക്കുക വഴി ശത്രുക്കൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ദമ്പതികളായിട്ടുള്ളവർക്കും അത് ബാധകമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുക ശ്രദ്ധിക്കണം. സന്തോഷകരമായിരിക്കും. പൊതുവെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനാവും. തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് വിജയവും സൂചകമാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദവും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന ഇടവം രാശിക്കാർക്ക് ദൈവാധീനം വർദ്ധിച്ചു. പലവിധ കാരണങ്ങളാൽ ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് അതിൽ നിന്നെല്ലാം ഒരു പരിധി വരെ മോചനം വന്നു ചേർന്നിരിക്കുന്നു. ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. അത് ഭാഗ്യാധിപനായിരിക്കുന്ന ആദിത്യൻ, അതുപോലെ തന്നെ ഭാഗ്യാധിപനായിരിക്കുന്ന ബുധനും വളരെ ബലവാനായിട്ടിരിക്കുന്നു. കൂടാതെ ശനിയുടെ സ്ഥിതി കൊണ്ട് ശനി ഇടവം രാശിക്കാർക്ക് രാജയോഗകാരകനാണ്. അങ്ങനെയുള്ള ശനിയും ഒക്കെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ചില കഷ്ടനഷ്ടങ്ങൾ കണ്ടകശനികൾ കൊണ്ടുണ്ടാകാം. എങ്കിലും തൊഴിൽ രംഗത്ത് ഒരു അഭിവൃദ്ധി വന്നു ചേരുക, സാമ്പത്തിക നേട്ടമുണ്ടാകുക, വിദ്യാർത്ഥികൾക്ക് അനസത വന്നു പെടുന്നതിന് സൂചനയുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ, വിവാഹ ദാമ്പത്യ ജീവിതത്തിലും പൊതുവെ ഐശ്വര്യപൂർണമായി. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവർക്ക് ദൈവാധീനം പൊതുവെ കുറഞ്ഞിരിക്കും. വളരെയധികം സംഘർഷഭരിതമാകുവാൻ സൂചനയുണ്ട് ഈ ആഴ്ച. ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. കൂടാതെ കുടുംബപരമായിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സൂചനയുണ്ട്. സഹോദരങ്ങൾ തമ്മിലോ ജീവിത പങ്കാളിയുമായിട്ടോ മാതാപിതാക്കളുമൊക്കെ ആയിട്ട് വളരെയധികം ഐക്യത്തിൽ പോകുവാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ച. തൊഴിൽ രംഗത്തും സഹപ്രവർത്തകരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരും അതുപോലെ തന്നെ
പൊക്കത്തിലൊക്കെ കയറുന്നവർ, അസമയത്ത് യാത്ര ചെയ്യുന്നവർ ഒക്കെ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ വളരെ ജാഗ്രത പാലിക്കേണ്ട സന്ദർഭമാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് സർവ അഭീഷ്ടഭാവത്തിലേക്ക് ഭാഗ്യാധിപന്റെയും അതുപോലെ വ്യാഴത്തിൻ്റെയും ചൊവ്വായുടെയും ഒക്കെ സ്ഥിതി വന്നതിനാൽ വളരെയധികം നേട്ടങ്ങളും അഭിവൃദ്ധികളും വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. തൊഴിൽ പുരോഗതി ഉണ്ടാകും, ആരോഗ്യം മെച്ചപ്പെടും, വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം വന്നു ചേരും, ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണ്ണമായിരിക്കും, വിദേശത്ത് പോയിരിക്കുന്നവർക്കും ഇപ്പോൾ വിദേശത്ത് ആയിരിക്കുന്നവർക്കുമൊക്കെ വളരെ നല്ല ഒരു ആഴ്ചയാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരോത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം അവരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഭാഗ്യമുള്ള ഒരു ആഴ്ചയാണ്. സർവേശ്വരകാരകനായ വ്യാഴം തൊഴിൽ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അവിടെ സ്വക്ഷേത്ര ബലവാനായിട്ട് ശുക്രൻ സ്ഥിതി ചെയ്യുന്നു. കൂടാതെ ചന്ദ്രന്റെ സ്ഥിതി കൊണ്ടും ഒക്കെ വളരെ നല്ലതാണ്. കണ്ടകശനിയൊക്കെ അനുഭവിക്കുന്നുണ്ട്, പലതരത്തിലുമൊക്കെയുള്ള ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടാകാം. എങ്കിലും ദൈവാധീനത്താലും ഒക്കെ ഭാഗ്യാവസ്ഥകളാലും കഷ്ടതകളൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കപ്പെടുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഉത്തമ ദമ്പതികളായിട്ടുള്ളവർക്ക് ഉത്തമ കുടുംബജീവിതം നയിക്കുന്നതിനും തൊഴിൽ പുരോഗതിയും സാമ്പത്തിക അഭിവൃദ്ധിയും എല്ലാം വന്നു ചേരുന്നതാണ് ചിങ്ങൻ രാശിക്കാർ. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിന്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം അവരെ സംബന്ധിക്കുന്നിടത്തോളം പല വിധത്തിലും ശാരീരികമായ ക്ലേശങ്ങൾ സൂചകമാണ്. അതായത് കേതുവാണ് അവിടെ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഒരു കാര്യവുമില്ലാതെ ചില അസുഖങ്ങൾ ഉണ്ടാകുക, മനപ്രയാസങ്ങൾ ഉണ്ടാകുക, ദുഃഖങ്ങൾ ഉണ്ടാകുക, മനസ്സ് നെഗറ്റീവായി പോവുക. അങ്ങനെ വരുമ്പോൾ സുഹൃത്തുക്കളിൽ നിന്നോ സഹോദര സ്ഥാനിയിൽ നിന്നോ ഒക്കെയുള്ള സഹായങ്ങളോ സഹകരണങ്ങളോ ഒരു പരിധിവരെ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അങ്ങനെയുള്ള സഹായങ്ങൾ ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. മാതാപിതാക്കളിൽ നിന്നും ഫുൾ സപ്പോർട്ട് കിട്ടുന്ന ഒരു ആഴ്ചയാണ്. തൊഴിൽ വിജയങ്ങൾ വന്നിച്ചേരും. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം ഉള്ളതിനാൽ ദോഷങ്ങളൊക്കെ മാറും. വിജയങ്ങൾ വന്നിച്ചേരും വിദ്യാർത്ഥികൾക്ക്. അതുപോലെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു ആഴ്ചയാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഇവർ വളരെ ജാഗ്രത ആവശ്യമുള്ള ഒരു ആഴ്ചയാണ്. അതായത് ഭാഗ്യസ്ഥാനത്ത് ശനി സ്ഥിതി ചെയ്യുന്ന ആഴ്ചയാണ്. കൂടാതെ അഷ്ടമം എന്ന ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. കൂടാതെ രാശ്യാധിപനായ ആദിത്യനും അഷ്ടമഭാവത്തിൽ, രാശ്യാധിപനായ ശുക്രനും അഷ്ടമത്തിൽ, 11-ാം ഭാവാധിപനായ ആദിത്യനും അഷ്ടമത്തിൽ. അങ്ങനെ നോക്കുമ്പോൾ അനിഷ്ടാവസ്ഥകൾ ഏറെയുള്ള ആഴ്ച. തൊഴിൽ രംഗത്തായാലും കുടുംബത്തായാലും മറ്റ് യാത്രാവേളകളിലും സമൂഹത്തിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം ജാഗ്രത ആവശ്യമാണ്. കൊടുക്കൽ വാങ്ങൽ, സാമ്പത്തിക രംഗങ്ങളിൽ കൊടുക്കൽ വാങ്ങൽ ചെയ്യുക. അതുപോലെ തന്നെ എഗ്രിമെൻ്റ് പേപ്പറുകളിൽ ഒപ്പുവയ്ക്കുന്നവർ, മറ്റ് പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുകയും വാക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നവർ ഈ ആഴ്ച കഴിവതും ഒഴിവാക്കി മുൻപോട്ട് ഒരാഴ്ച കൂടെ നീട്ടിവെച്ച് പറയുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. വിദ്യാർത്ഥികൾക്ക് വിദ്യാ അലസത വന്നു പെടുന്നതിനും സൂചനയുണ്ട്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം കഷ്ടതകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ഒക്കെ ഒരു പുരോഗതി വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. പൊതുവെ പല വിധത്തിലുള്ള കഷ്ടതകൾ ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ വിഷമിച്ച് നിൽക്കുന്ന ഒരു രാശിക്കാരായിരിക്കുന്നു ഈ വൃശ്ചികം രാശിക്കാർ. അവർക്ക് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ സൂചകമാണ്. ആ ക്ലേശങ്ങളിൽ നിന്നെല്ലാം മുക്തരാകുവാൻ പോകുന്നു. സർവേശ്വരകാരകനായ ഭാഗ്യാധിപൻ കൂടിയായ വ്യാഴം അത് ബലവാനായിട്ട് നിവൃത്തി സ്ഥാനത്ത് വന്നിരിക്കുന്നു. കൂടുതൽ ബലവാനാകും ഈ ആഴ്ച. കൂടുതൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും, വിജയങ്ങൾ വന്നു ചേരും, സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും, വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തൊഴിൽ രംഗത്തായാലും കുടുംബത്തായാലും ഒക്കെ നല്ല ഒരു അനുഭവങ്ങളായിരിക്കും ഉണ്ടാകും.
കന്നിരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. അവർക്ക് സർവേശ്വരകാരകനായ വ്യാഴം അത് രാശ്യാധിപൻ കൂടിയാണ്. അത് സുഖസ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയാണ്. അങ്ങനെയുള്ള വ്യാഴം അത് 11ാം ഭാവാധിപനോട് യോഗം ചെയ്ത് ശുക്രനും വ്യാഴവും ഒക്കെ ചേർന്ന് 6ാമിടത്ത് അനിഷ്ടത്തിൽ നിൽക്കുന്ന ഈ ആഴ്ച അത്ര നല്ലതായിരിക്കില്ല. പല വിധത്തിലുള്ള കഷ്ടതകൾ, രോഗാദി ദുരിതങ്ങളോ സാമ്പത്തികമായ കടങ്ങളോ നിയമപ്രശ്നങ്ങളോ ഒക്കെ വന്നുപെടുവാൻ സൂചനയുണ്ട്. തൊഴിൽപരമായ പ്രശ്നങ്ങൾ ഒരു കാരണമില്ലാതെ ഉണ്ടാകുക, ജോലി വേണ്ടെന്ന് വെക്കുവാൻ വളരെയധികം ആഗ്രഹിക്കുക, അതായത് എങ്ങനെയും ജോലി വേണ്ടെന്ന് വെക്കുക, സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മൂലമോ മേലധികാരികളുടെ എതിർപ്പോ അസഹിഷ്ണുതയോ ഒക്കെ കൊണ്ട് തൊഴിൽ രംഗത്ത് ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷം ഉണ്ടാകുന്നതിന് സൂചനയുള്ളതിനാൽ തൊഴിൽ നഷ്ടപ്പെടാതെയൊക്കെ വളരെ ശ്രദ്ധിക്കണം. വിട്ടുവീഴ്ചയും ക്ഷമയും ഒക്കെ വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവരും അതീവ ജാഗ്രതയോടുകൂടി വേണം കൈകാര്യം ചെയ്യുവാനായിട്ട്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവർക്ക് ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. കൂടെ ശുക്രൻ സ്വക്ഷേത്ര ബലവാനാണ്. അതുപോലെ തന്നെ മറ്റ് പ്രധാനമായ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചുമൊക്കെ നോക്കുമ്പോൾ സുഖസ്ഥാനത്ത് ഭാഗ്യാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി പോലെ തന്നെ ബുധൻ്റെ സ്ഥിതി സുഖസ്ഥാനത്തുള്ളതിനാലും സർവ്വവിധത്തിലുള്ള സുഖങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. ഏഴശനി തീർന്നിട്ടില്ല, അതിൻ്റെ ബലം കുറഞ്ഞു വരും. ദൈവാധീനത്താലും ഭാഗ്യത്താലും തൊഴിൽപരമായ നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും വിദ്യാ വിജയങ്ങളും വന്നു ചേരുന്നതോടൊപ്പം ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും സൽക്കാരങ്ങളിൽ പങ്കാളികളാകുന്നതിനും നല്ല സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് ഈ ആഴ്ച സാധിക്കും. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദവും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവർക്ക് ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. അതീവ കഷ്ടനഷ്ടങ്ങളിൽ ഒക്കെ പെട്ട് ധാരാളം ആൾക്കാർ വിളിക്കാറുണ്ട്. കുംഭം രാശിക്കാർ രോഗത്താലും കടത്താലും തൊഴിലില്ലാതെയും ഒക്കെ വിഷമിക്കുന്നവർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം, ഒരു ഉയർച്ച, ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ ഒരു അവസ്ഥ ഉണ്ടാകുവാൻ ഭാഗ്യാവസ്ഥ തേടിവരും. അതായത് സർവേശ്വരകാരകനായ വ്യാഴം സുഖസ്ഥാനത്ത് നിൽക്കുന്നു. കുടുംബത്തെ സന്തോഷകരമായ അവസ്ഥ, യാത്രാവേളകളിൽ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകുവാനും അനുഭവിക്കുവാനും നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും സഹായങ്ങൾ ലഭിക്കുവാനും സൂചനയുണ്ട്. അത് തൊഴിൽ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായാലും തൊഴിൽ രംഗത്ത് അഭിവൃദ്ധികൾ വന്നു ചേരും. സഹപ്രവർത്തകരുടെ ഒരു സഹകരണം ഉണ്ടാകുകയും ടെൻഷനൊക്കെ ഒഴിവാകുന്നതിനും സൂചനയുണ്ട്. വിദ്യാർത്ഥികൾക്കും വിദ്യാവിജയങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ച. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4ാം പാദം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. അവർക്ക് ഇപ്പോൾ ദൈവാധീനം അത് ഒരല്പം കുറഞ്ഞിരിക്കുന്നു. സർവേശ്വരകാരകനായ വ്യാഴം 3ാമിടത്ത് അത് രാശ്യാധിപൻ കൂടിയാണ്. 6ാം ഭാവാധിപനോട് യോഗം ചെയ്ത് ആ 3ാം ഭാവാധിപൻ കൂടി അവിടെ ഉള്ളതിനാലും പൊതുവെ പലവിധ കഷ്ടതകളും നഷ്ടങ്ങളും സൂചകമാണ്. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരും പൊതുവെ ദേഷ്യമുള്ളവരും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കേണ്ടതാണ് എല്ലാവരും. അതുപോലെ സെക്യൂരിറ്റി വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്ന മിലിറ്ററി ഓഫീസേഴ്സ്, പോലീസുകാർ, സാഹസികമായ മറ്റ് ജോലികൾ ചെയ്യുന്നവർ ഒക്കെ വളരെ ജാഗ്രത ആവശ്യമാണ്. പലതരത്തിലുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. അതിൽ ഒഴിവാക്കുന്നതിന് ക്ഷമയും വിട്ടുവീഴ്ചയും വളരെ വളരെ അത്യാവശ്യമായിരിക്കുന്നു. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും ദാമ്പത്യ ജീവിതത്തിൽ പല വിധത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സൂചകമാണ്. തൊഴിൽ രംഗത്തുമൊക്കെ അത് ബാധകമാണ്. കുടുംബത്തായാലും വളരെ ക്ഷമയോടും വിട്ടുവീഴ്ചയോടും കൂടി മുമ്പോട്ട് പോകും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. പ്രധാനമായിട്ട് നഷ്ടങ്ങളും ക്ലേശങ്ങളും
അസുഖങ്ങളും ഒക്കെ ഉള്ളവർ ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ചെയ്ത് ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുക, അങ്ങനെയുള്ളൊക്കെ വഴിപാടുകളൊക്കെ ചെയ്ത് ഐശ്വര്യം വർദ്ധിപ്പിക്കുകയും ക്ലേശങ്ങൾ ഒഴിവാക്കാവുന്നതുമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഫോൺ വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് വരികയോ ചെയ്യുവാൻ അവസരമുണ്ടായി.